Hello guys, welcome back to DNJ Donas Arts. ഇന്ന് DNJ Donas Artsൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവായ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും സ്കൂൾ ടീച്ചേഴ്സിനും ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കും ചില സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഡാൻസ്, ഡ്രാമ, സ്കിറ്റ് അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കുക. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവായി നിങ്ങളുടെ കയ്യിലുള്ള യൂസ്ഡ് കാർഡ്ബോർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. സോ എൻജോയ് ദ വീഡിയോ. ഈ മനോഹരമായ ഏഞ്ചൽസ് വിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് കാർഡ്ബോർഡ്. അത് യൂസ്ഡ് കാർഡ്ബോർഡ് എടുക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്കൊരു സിംഗിൾ പീസായിട്ട് കാർഡ്ബോർഡ് എടുക്കാം. പിന്നെ സിൽവർ പെയിന്റ് എടുത്തു. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പ്രേ പെയിന്റ് ആണ് യൂസ് ചെയ്തത്. അതുപോലെ കയ്യിൽ ഒരു എടുത്തിടാനായിട്ടാണിത്. പെട്ടെന്ന് ഒരു ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് എടുത്തിടാനായിട്ട്. സോ അത് ചെയ്യാൻ വേണ്ടി ഒരു ഇലാസ്റ്റിക് ബാൻഡ് പിടിപ്പിച്ചു. കാർഡ്ബോർഡ് ഒട്ടിക്കുന്നതിനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം അത് വിട്ടുപോകാനായിട്ട് പാടില്ല. സ്പ്രേ പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സിൽവർ കളർ സ്പ്രേ പെയിന്റ് വാസ് ഓക്കെ ആയിരുന്നു. വൈറ്റ് കളറ് കുറച്ചുകൂടെ കാർഡ്ബോർഡിലേക്ക് അബ്സോർബ് ചെയ്തു. സോ ഐ യൂസ്ഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് വൈറ്റ് അക്രിലിക് ഓൾസോ. ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്ത കാർഡ്ബോർഡ്. അതിൽ ഞാൻ മാർക്ക് ചെയ്തു ഏതൊക്കെ ഏരിയയിലാണ് എനിക്ക് എലാസ്റ്റിക് ബാൻഡ് പിടിപ്പിക്കണേ എന്നുള്ളതിൻ്റെ മാർക്കിംഗ് ആണ് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്നത്. നമുക്ക് വേണ്ട ആകൃതിയിൽ കാർഡ്ബോർഡിനെ ആദ്യം കട്ട് ചെയ്തെടുക്കുക. പിന്നീട് അതിന് ചെറിയ ചെറിയ പീസുകൾ ഞാൻ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തു. അത് കാർഡ്ബോർഡിൽ എനിക്ക് എവിടെയൊക്കെ കുറച്ചുകൂടി ഒരു 3D എഫക്റ്റ് തോന്നണമെന്ന് തോന്നിയോ അവിടെയെല്ലാം നമുക്കിത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കൂടുതൽ ചെയ്യുന്നു അത്രയും മനോഹരമായിരിക്കും. ഞാനൊരു 1-2 ലെയറും കൊണ്ട് ഞാൻ ഇതിൻ്റെ 3 ലെയർ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടെ ഒരു ചെറുതുകൂടെ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ഒരു 3 ലെയറായിട്ട് ഇത് കാണാനായിട്ട് സാധിക്കും. സോ ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാം, ഇലാസ്റ്റിക് പിടിപ്പിച്ചിരിക്കുന്നതിനായി 2 സ്ഥലത്ത് 2 ചെറിയ ഹോൾസ് ഉണ്ടാക്കി അതിലൂടെ ഇലാസ്റ്റിക് ബാൻഡ് കയറ്റിയിട്ടു. എനിക്ക് ഈ പിക്ചർ വേണ്ടിയിരുന്നത് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു, ഫ്രണ്ട് വ്യൂ അല്ല. അപ്പോൾ ഫ്രണ്ടിലേക്ക് അതിൻ്റെ ടൈ വരാവുന്ന രീതിയിലും കുട്ടികൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ മാലാഖയുടെ വിങ്സ് കാണുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഏഞ്ചൽസ് വിങ്സ് ഒരു ഫംഗ്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാനായിട്ട് ഉള്ളൊരു ചെറിയ ട്രിക്കാണിത്. ഇതിലും നല്ല അട്രാക്റ്റീവായ സൂപ്പർ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.